ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെ മനസ്സിൽ നീറ്റലുണ്ടാക്കിയ സംഭവമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കാശ്മീരിലെ പെഹൽഗാം എന്ന ഗ്രാമത്തിൽ അരങ്ങേറിയത്. ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി വന്ന് 29 ഇന്ത്യക്കാരുടെ ജീവനെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ അവരുടെ മാളത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നത്. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും ഇന്ത്യൻ ആർമി നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യും. ടെററിസ്റ്റ് ടീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനതയെ തമ്മിലടിപ്പിക്കാനുള്ള പദ്ധതിയാണ് അവർ ഒരുക്കിയത്. ഹിന്ദുവും മുസൽമാനും തമ്മിലുള്ള ഒരു കലാപം സൃഷ്ടിക്കാനുള്ള വ്യക്തമായ അജണ്ടയോടുകൂടി നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. ഓരോ ആളുകളെയും അവർ വെടിവെച്ച് വീഴ്ത്തുന്നതിന് മുമ്പ് അവർ ചോദിച്ചത് നിങ്ങൾ ഒരു മുസ്ലിമാണോ അതോ ഹിന്ദുവാണോ എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് അതിൽ നിന്നും മുതലെടുക്കാനാണ് ഈ പാകിസ്ഥാൻ ടെററിസ്റ്റ് ടീമുകൾ ആഗ്രഹിക്കുന്നത്. കാരണം പാകിസ്ഥാന്റെ ഗവൺമെന്റിനോ പാകിസ്ഥാന്റെ ആർമിക്കോ അതല്ലെങ്കിൽ അവിടുത്തെ മറ്റ് ഒരു ടീമിനും ഇന്ത്യൻ ആർമിയെയോ ഇന്ത്യൻ ഫോഴ്സിനെയോ നേരിട്ട് മുട്ടാനുള്ള ചങ്കൂറ്റം ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഒരു ചതിയിൽ നമ്മൾ പെട്ടുപോകരുത്. കാരണം മലയാളത്തിൽ തന്നെ പല ചാനലുകളും അതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. കാരണം എന്താണോ അവർ ഉദ്ദേശിക്കുന്നത്, എന്താണോ അവർക്ക് വേണ്ടത്, അത് നേടിക്കൊടുക്കുന്ന രീതിയിൽ ഒരു മുസ്ലിം വിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും ഇതിൽ പ്രതികരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഹിന്ദുവിനെ കൊല്ലണം എന്നുള്ള രീതിയിലാണ് ഇവർ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് എങ്കിൽ പാകിസ്ഥാനിൽ തന്നെ 50 ലക്ഷം ഹിന്ദുക്കളുണ്ട്. അവിടുന്ന് കുറച്ച് ആളുകളെ കൊന്നാൽ മതിയല്ലോ. ഇത് അങ്ങനല്ല. ഇത് അതിർത്തി കയറി വന്ന് ഇന്ത്യൻ ജനതയെ ആക്രമിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്ന ഒരു നീച പ്രവൃത്തിയാണ്. ഈ അറ്റാക്കിന് പിന്നാലെ അവർക്കുണ്ടായിരുന്ന 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കാശ്മീരിൻ്റെ ടൂറിസം തകർക്കുക. കാരണം അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു. അവിടുത്തെ ആളുകളെല്ലാം ഈ ഒരു ജീവിത സാഹചര്യത്തിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അപ്പോൾ ഈ ടെററിസ്റ്റ് ടീമുകൾക്കും അതുപോലെ തന്നെ പാകിസ്ഥാനുമൊക്കെ അവിടെ സ്ഥാനം വളരെ അകന്നു പോകുന്നത് അവർ പ്രഥമ ദൃഷ്ടിയാൽ അനുഭവിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ടൂറിസത്തിനെയൊക്കെ തകർത്തെറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇന്ത്യൻ ജനതയെ തമ്മിലടിപ്പിക്കാനും ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായി ഇവന്മാർ വന്നിരിക്കുന്നത്. വ്യക്തമായ അജണ്ടയോടുകൂടി ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് അവർ ഈ ഒരു നീച പ്രവൃത്തി ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവരുടെ ഉദ്ദേശം. എന്നാൽ അവിടെ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച ഒരു ഇന്ത്യൻ പൗരനുണ്ടായിരുന്നു, ഒരു സാധാരണ ഇന്ത്യക്കാരൻ. അവൻ്റെ പേരാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്നത്. ഈ ചെറുപ്പക്കാരൻ അവിടെ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ പല മാധ്യമങ്ങളിൽ നിന്നും കേട്ടിട്ടുണ്ടാകും. തനിക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും തനിക്ക് പരിചയം പോലും ഇല്ലാത്ത, ഏത് നാട്ടിൽ നിന്നാണ് വന്നത് എന്ന് പോലും അറിയാത്ത തൻ്റെ സഹയാത്രികന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അവിടെ ഇദ്ദേഹത്തിൻ്റെ ജീവൻ കൊടുത്തത്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പോരാടിയത്. അവിടെ ഈ തീവ്രവാദികൾക്ക് ഒരു പ്രാദേശികനെ കൊല്ലാനോ അതല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ കൊല്ലാനോ അവിടെ പദ്ധതി ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രാദേശികൻ കൊല്ലപ്പെട്ടാൽ കാശ്മീരിലെ ജനത ഇവർക്കെതിരെ തിരിയും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പ്രാദേശികൻ കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഇവർക്കെതിരെ കൂടുതൽ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് അവരുടെ പദ്ധതിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഹിന്ദുക്കളെ മാത്രം കൊലപ്പെടുത്തി രാജ്യത്ത് വർഗീയതയുടെ വിഷം വിതറി രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയായിരുന്നു. അത് രണ്ടും ആണ് ഈ സഹോദരന്റെ പ്രതിരോധത്തിന് മുമ്പിൽ പാളിയത്. ഇദ്ദേഹം അവിടെ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന ആളെ ആക്രമിക്കും എന്ന് തോന്നിയപ്പോൾ ഇവിടെ അദ്ദേഹം വ്യക്തമായ രീതിയിൽ ഇടപെട്ടു. അങ്ങനെ അവിടെ ഇവരെ 2 പേരെയും ചോദ്യം ചെയ്യാൻ വന്ന ആ തീവ്രവാദിയെ ഇദ്ദേഹം കീഴ്പ്പെടുത്തി. അപ്പോഴാണ് ദൂരെ നിന്നും മറ്റൊരു തീവ്രവാദിയുടെ വെടിയേറ്റ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇവർ ഈ ചെയ്ത ചെറ്റത്തരത്തിന് ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഒരു അറ്റാക്ക് നടത്തിയവരെയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച് ഇവർക്ക് ആയുധം കൊടുത്ത് ഗൂഢാലോചന നടത്തിയവരെയും വെറുതെ വിടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതേ സമയത്ത് പറയട്ടെ, ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ ഒരു സാധാരണക്കാരന് പോലും ഒരു പോറൽ പോലും ഏൽക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു.
ആകുകയാണ്. കാരണം ഇസ്രായേൽ ഫലസ്തീനിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ നിരപരാധികളായ ഒരുപാട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം ഒരു രാജ്യത്തും ഉണ്ടാവരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ പ്രതിരോധം കൃത്യമായിട്ടും ഈ പ്രവൃത്തി നടത്തിയവരെയും അവർക്കു വേണ്ടി ഗൂഢാലോചന നടത്തിയവരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുത്തനെയും വെറുതെ വിടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.